ഇതുപോലെ പൂത്തു നിന്നിരുന്ന അടീനിയത്തിൻ്റെ പൂവൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞിട്ടുണ്ട്. ധാരാളം വിത്തുകൾ പിടിച്ചിട്ടുണ്ട്. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥിതിയിലാണ് ഇപ്പം നമ്മുടെ അടീനിയം ചെടികളൊക്കെ നിൽക്കുന്നത്. ഇനി ഇവരെയൊക്കെ പ്രൂൺ ചെയ്ത് അടുത്ത സീസണിലേക്ക് നമുക്ക് സെറ്റാക്കണം. അതിന് മുൻപ് നമുക്ക് ആ വിത്തുകളൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് വെക്കണം. അടീനിയത്തിൻ്റെ വിത്തുകളുടെ സെയിൽസ് ഇപ്പോഴും നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്. തൈകൾ നമ്മുടെ കയ്യിലുള്ളത് കഴിഞ്ഞു. വിത്തുകൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ധാരാളം വിത്തുകൾ ഇപ്രാവശ്യം ഇനിയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വൈറ്റിൻ്റെയൊക്കെ സീഡ്സ് പലരും ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഈ ഒരാഴ്ച അടുത്ത ആഴ്ചയ്ക്കായിട്ട് അതൊക്കെ പാകമായിട്ട് നമുക്ക് എടുക്കാറാവും. പിന്നെ നമ്മുടേത് ഒരു ഹോം ഗാർഡനാണ്, നഴ്സറി അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊറിയർ അയക്കേണ്ട കാര്യങ്ങളായാലും അതുപോലെ നിങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യായാലും നമുക്ക് ഉടനടി റിപ്ലൈകൾ തരാത്തത്. ഞാൻ ദിവസത്തിൽ 2-3 ടൈമിലാണ് വാട്സപ്പ് നോക്കാറുള്ളൂ. ബാക്കിയുള്ള സമയം നമുക്കറിയാമല്ലോ, നമ്മുടെ ചെടികളെ നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് വാട്സപ്പിലത്തെ ഇതിന് മെസ്സേജുകൾക്ക് ഡിലേ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കൊറിയർ ചെയ്യുന്ന ചെടികൾ കഴിയാവുന്നതും വെള്ളിയാഴ്ച ഓർഡർ പ്ലേസ് ചെയ്താലാണ് നമുക്ക് തിങ്കളാഴ്ച കൊറിയർ ചെയ്യാൻ പറ്റുക. നമ്മുടെ ഇവിടെ നിന്ന് സാധാരണയായിട്ട് തിങ്കളും ബുധനാണ് കൊറിയർ ചെയ്യണത്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഏതെങ്കിലും മുടക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ ഹെൽത്തിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ നമ്മൾ കൊറിയർ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിയാവുന്നതും വെള്ളിയാഴ്ചയ്ക്ക് മുൻപായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ പലരും ചോദിച്ചൊരു കാര്യമാണ് അടീനിയം മഴയത്ത് വയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ പോട്ടി മിക്സ് നല്ലോണം വെള്ളം വാർന്നു പോകുന്നതാണ് എന്നുണ്ടെങ്കിൽ മഴയത്ത് വെച്ചാലും അടീനിയത്തിന് സാധാരണ നിലയിൽ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാറില്ല. അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് ക്ലിയറാക്കി നിർത്താനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ പൂക്കൾ ചീഞ്ഞതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ, അടീനിയത്തിൻ്റെ കോഡെക്സ് ആയാലും കമ്പുകളായാലും വെള്ളം കൂടുതൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതുമ്മേ ഈ ചീഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ കിടന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ആ കൊമ്പിലേക്ക് ചീച്ചലിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മഴ പെയ്ത് കഴിഞ്ഞാൽ ആ കൊമ്പൊന്ന് തട്ടിക്കൊടുത്ത് വെള്ളം പോകാനുള്ളൊരു മാർഗ്ഗം ചെയ്യുക. അതുപോലെ പൂക്കൾ ചീഞ്ഞതോ അല്ലെങ്കിൽ നാശമായതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നിർത്തുക. അതാണ് മഴക്കാലത്ത് നമുക്ക് അടീനിയത്തിന് റെയിൻ ഷെൽട്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതുകളില്ലാത്തവർക്ക് അടീനിയം വയ്ക്കാൻ പറ്റിയ മാർഗ്ഗം. ഇല്ലെങ്കിൽ സൺഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മഴ കൊണ്ടതുകൊണ്ട് അടീനിയം കേടാവും എന്നുള്ളൊരു കൺസെപ്റ്റ് അത്ര ശരിയായ കാര്യമല്ല. പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് എം സാൻഡും ചുവന്ന മണ്ണും ചകിരി കമ്പോസ്റ്റുമാണ്. അതിൽ ചകിരി കമ്പോസ്റ്റും എം സാൻഡും ചുവന്ന മണ്ണും ഈക്വൽ പോർഷനിലാണ് എടുക്കുന്നത്. ഞാനിവിടെ ചുവന്ന മണ്ണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് നല്ല പശിമയുള്ള കളിമണ്ണ് പോലത്തെ എന്നൊക്കെ പറയാവുന്ന പോലത്തെ അത്ര പശിമയുള്ള ചുവന്ന മണ്ണാണ്. ഇപ്പോൾ നമ്മൾ ആലപ്പുഴ സൈഡിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ മണ്ണ് ഓൾറെഡി മണലൊക്കെ ചേർന്നിട്ടുള്ള നല്ല ലൂസായിട്ടുള്ള മണ്ണായിരിക്കും. അപ്പോൾ അവർക്കാണെങ്കിൽ അതിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മണൽ ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലുള്ളവരാണെങ്കിൽ 2 പോർഷൻ മണലെടുത്തിട്ട് 1 പോർഷൻ ചകിരി കമ്പോസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഈ ചകിരി കമ്പോസ്റ്റ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മണൽ മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസർ ചെടിക്ക് അപ്ലൈ ചെയ്താൽ മണൽ മാത്രമാണെങ്കിൽ അതിലത് പിടിച്ച് നിൽക്കില്ല, നമ്മൾ ഒഴിച്ചത് അതേപടി പോവും. അപ്പോൾ ചെടിക്ക് ആ ഫെർട്ടിലൈസർ വലിച്ചെടുത്തിട്ട് വളരാനായിട്ടുള്ളൊരു അവസരം കിട്ടില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു കമ്പോസ്റ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു മീഡിയം അതിലുണ്ടാവണം എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ആ ഒരു പോട്ടി മിക്സ് മഴയത്തിരുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ ആ 3-1 പോർഷൻ മാത്രമേ വെള്ളം പിടിച്ച് നിർത്തണ ഭാഗമുള്ളൂ. ബാക്കി 2 പോർഷനും വെള്ളം പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും കുറവ് വെള്ളം മാത്രമേ അതിൽ നിൽക്കുള്ളൂ. പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഹോളൊക്കെ കറക്റ്റാക്കാനൊക്കെ ശ്രദ്ധിക്കുക. അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടീനിയം നന്നായി വളരും. പിന്നത്തെ കാര്യം വളങ്ങളാണ്. വളങ്ങൾ 2 തരത്തിലുള്ള വളങ്ങളും നമുക്ക് അടീനിയത്തിന് ചെയ്യാം. അതായത് ജൈവവളങ്ങളും ചെയ്യാം, കെമിക്കൽ വളങ്ങൾ അഥവാ രാസവളങ്ങളും നമുക്ക് അടീനിയത്തിന് കൊടുക്കാം. അതിൽ പക്ഷേ ജൈവവളത്തിൽ കൊടുത്തിട്ട് കിട്ടുന്ന പൂക്കളാണ് കൂടുതൽ ദിവസം നിൽക്കുന്നതും കളറ് കുറച്ചും കൂടി നന്നായിട്ടും കണ്ടിട്ടുള്ളത് ജൈവവളം ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന ഫ്ലവറിങ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അടീനിയത്തിൻ്റെ ചില സമയത്ത് നമുക്ക് ആ പൂകൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പോകുന്ന സ്ഥലത്ത് മെലിബഗിൻ്റെ ഇതൊക്കെ കൂടുതൽ കാണാറുണ്ട്. അതൊക്കെ ജൈവവളം ഉപയോഗിക്കുകയാണെങ്കിൽ താരതമ്യേന കുറവായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിൽ ജൈവവളം ഉപയോഗിക്കുന്നത് മാസത്തിലൊരിക്കൽ ഒരു ചിരട്ടയുടെ അത്രയ്ക്കൊക്കെ വളരെ ജൈവവളം അതിന്
ആവശ്യമുള്ളൂ. ജൈവ സ്ലറികളാണെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാം. ജൈവവളം ഉപയോഗിക്കുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് കൂടിയിട്ടുള്ള മിക്സർ ഇട്ട് കൊടുത്താൽ നെക്സ്റ്റ് ടൈം നമ്മൾ മുട്ടത്തോട്, പഴത്തൊലി പൊടിച്ചത്, അങ്ങനത്തെ കരിയിലകൾ, അങ്ങനത്തേൻ്റെയൊക്കെ കൂടിയിട്ടുള്ള പൊടികളായിട്ടുള്ളത് അങ്ങനെ മാറി മാറി കൊടുക്കാൻ ശ്രമിച്ചാൽ ഫ്ലവറിങ് കൂടുതൽ ഉണ്ടായി കിട്ടും. അതുപോലെ രാസവളങ്ങളാണെങ്കിൽ നമുക്ക് 19-19 അല്ലെങ്കിൽ DAP ഇതിലേതെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. DAP ആണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ മതി. 19-19 ആണെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ വളരെ ഡൈല്യൂട്ടായിട്ട് അതിൽ പറയുന്ന അളവിന് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. രാസവളങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ചെടികൾ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. പെട്ടെന്ന് അവറ്റയുടെ വേര് പൊള്ളാനും അതുപോലെ തന്നെ മണ്ണിൽ നിന്നുള്ള ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ രാസവളം കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. ജൈവവളം കൊടുക്കുകയാണെങ്കിൽ മാറി മാറി ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കാം. അടീനിയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് എനിക്കറിയാവുന്ന മറുപടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളും ലൈക്സും സബ്സ്ക്രിപ്ഷനൊക്കെ പോന്നോട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ആഴ്ചയിൽ ഒരുവിധം വീഡിയോസ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം കേട്ടോ. താങ്ക് യു. ബൈ. പിന്നെ കാണാം.